ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNB അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ KSTA സ്റ്റേറ്റ് അക്കാദമിക് കൗൺസിൽ ഫെബ്രുവരി 17 നടത്തിയ USS മാതൃകാ പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം നോക്കാം. ആദ്യത്തെ ചോദ്യം, അജന്ത എന്ന കവിത R. രാമചന്ദ്രൻ്റെ ഏത് കവിതാ സമാഹാരത്തിലാണ്? ഉത്തരം ശ്യാമസുന്ദരി. 2. ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത്? ആൻസർ രാജൻ കാക്കനാടൻ. 3. അടരുന്ന കാക്കകൾ ആരുടെ യാത്രാവിവരണമാണ്? ആശാ മേനോൻ. 4. നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന കണ്ണുകൾ, കണ്ണുകളിൽ ജ്വലിച്ചു നിന്നത് ലജ്ജ, നിരാശ, പ്രത്യാശ, അവഗണന? ആൻസർ പ്രത്യാശ. 5. രമ്യഭൂഭാഗ ഭംഗികൾ മയക്കും ആരെയും കുമാരനാശാൻ്റെ ഏതു കവിതയിലെ വരികളാണിത്? ആൻസർ ലീല. 6ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ ചെറുകഥയായി പരിഗണിക്കുന്ന വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ആൻസർ വിദ്യാവിനോദിനി. 7. താഴെ പറയുന്നവയിൽ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കൃതി ഏത്? ആൻസർ കൊമാല. 8. ദേ പുറത്ത് ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്ന വിളിയിലൂടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നതാരെയെല്ലാമാണ്? ആൻസർ രേഖ, ജഗൻ, ചന്ദ്രേട്ടൻ. 9. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിൽ അപൂർവമായ പ്രകാശത്തോടു കൂടിയ ഒരു ജ്യോതിസിൻ്റെ ആവിർഭാവമാണ് വീണപ്പൂവ് കുറിച്ചത് എന്ന് നിരീക്ഷിച്ചതാരെ? ആൻസർ ഉള്ളൂർ. 10. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവി ആരെ? കുമാരനാശാൻ. 11. മരപ്പൊടി പദങ്ങൾ വേർപെടുത്തി പറയുമ്പോൾ? മരത്തിൻ്റെ പൊടി. 12. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിലുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ച വർഷം? ആൻസർ 1993. 13. ശരിയായ പദം ഏത്? യാദൃച്ഛികം എന്ന പദമാണ് ശരിയാക്കി എഴുതേണ്ടത്. ഇതിലെ ബി യാദൃച്ഛികമാണ് ശരിയായത്. 14. എല്ലു പൊന്തിയ ചെറ്റക്കുടിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ദാരിദ്ര്യം. 15. വിഹായസ് എന്നതിന് സമാനമായ പദം ഏത്? ആൻസർ ആകാശം. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മലയാളം സെക്കൻഡാണ്. 16ാമത്തെ ചോദ്യം, ആ പെൺകുട്ടിക്ക് പറിച്ചു നട്ടതിന് ശേഷം വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയ ഒരു ചെടിയുടെ ദൈന്യമുണ്ടായിരുന്നു. ഈ പരാമർശം ഏത് കഥാപാത്രത്തെക്കുറിച്ചാണ്? ആൻസർ അശ്വതി. 17. മാതൃസ്നേഹം വർണ്ണിക്കുന്ന ഇടശ്ശേരി കവിത ഏത്? ആൻസർ പൂതപ്പാട്ട്. 18. മയിൽപ്പീലി മയിലിൻ്റെ പീലി എങ്കിൽ തേനീച്ചക്കൂട്? ആൻസർ തേനീച്ചയുടെ കൂട്. 19. സങ്കുചിതം എന്ന വാക്കിൻ്റെ വിപരീത പദം? ആൻസർ വിശാലം. 20. നാലണയ്ക്ക് പാങ്ങില്ലാത്തതിനാൽ ഞാൻ കൊട്ടകയിലേക്ക് കയറിയത് ജനൽപ്പഴുതിലൂടെയാണ്. ഇവിടെ പാങ്ങില്ലാത്തതിനാൽ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം? ഉത്തരം കഴിവില്ലാത്തതിനാൽ. 21. നാടക കൊട്ടക എന്ന പദം വേർതിരിച്ചെഴുതിയാൽ? ആൻസർ നാടകത്തിനുള്ള കൊട്ടക. 22. കൂട്ടത്തിൽ ചേരാത്ത വാദ്യമേത്? ചെണ്ട, മദ്ദളം, കുഴൽ, തിമില? ഉത്തരം കുഴൽ. 23. നാന്ദി കുറിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? ആരംഭിക്കുക. 24. ശരിയായ പദം ഏത്? ജീവൽ സ്പന്ദനങ്ങൾ എന്ന പദമാണ് ശരിയാക്കി എഴുതേണ്ടത്. ആൻസർ എ ആണ്. 25.
ഒരാളുടെ ജീവിതത്തെ വ്രണപ്പെടുത്തിയ സംഭവങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉദ്ദേശമുണ്ടാക്കിയെന്ന് വരാം എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ആൻസർ: ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുന്നു. 26. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? ആൻസർ: KP കേശവമേനോൻ. 27. മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന കഥ എഴുതിയതാരെ? ആൻസർ: അർഷാദ് ബത്തേരി. 28. പീലിയിലെ കണ്ണ് എന്നതിനെ പീലിക്കണ്ണ് എന്ന് ഒറ്റപ്പദമാക്കാം. എന്നാൽ മാനിൻ്റെ തോല് എന്നതിനെ ഒറ്റപ്പദമാക്കിയാൽ മാന്തോല് എന്നാണ് ഉത്തരം. 29. പീച്ച് പൂന്തോട്ടം എന്ന സിനിമയിൽ പൂത്തു നിൽക്കുന്ന ഒറ്റച്ചെടി എന്തിൻ്റെ പ്രതീകമാണ്? ആൻസർ: പ്രതീക്ഷയുടെ. 30. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ? SK വസന്തൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാർട്ട് C ആണ്, മാത്സ്. 31. രണ്ട് സംഖ്യകളുടെ തുക 15. അവയുടെ വ്യുൽക്രമത്തിൻ്റെ തുക 1/3 ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ആൻസർ: 45. 32. 25 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന തീവണ്ടി 11:45 AM ഒരു സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നു. 30 കിലോമീറ്റർ അകലെയുള്ള അടുത്ത സ്റ്റേഷനിൽ അത് എത്ര മണിക്ക് കടന്നു പോകും? ആൻസർ: C 12:05 PM. 33. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 0.5, 0.55, 0.65, 0.8 എന്ന് തുടങ്ങുന്ന ശ്രേണിയാണ്. ആൻസർ D 1. 34. ഏത് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാൽ 7/8 × 2 - 10 ഹരണം 5 = 21 എന്ന സമവാക്യം ശരിയാകും? ആൻസർ: സങ്കലനം, ഹരണം. 35. ഒരു ക്ലാസ്സിൽ 48 കുട്ടികളുണ്ട്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം 3:1 ആണ്. ഇത് 1:3 ആകാൻ എത്ര പെൺകുട്ടികൾ കൂടി വേണം? ആൻസർ: 96. 36. ഒരു ക്ലോക്കിൽ കാണിക്കുന്ന സമയം 4 മണിയാണ്. മണിക്കൂർ സൂചി 135 ഡിഗ്രി കറങ്ങിയാൽ സമയം എത്രയായിരിക്കും? ആൻസർ: 8:30. 37. 1നും 100നും ഇടയിലുള്ള എണ്ണൽ സംഖ്യകളിൽ 3 ഘടകങ്ങൾ മാത്രമുള്ള എത്ര സംഖ്യകൾ ഉണ്ട്? ആൻസർ: 4. 38. ചിത്രത്തിൽ ABEF ഒരു സമചതുരമാണ്. ചിത്രത്തിലെ രൂപങ്ങളുടെ ആകെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ? ആൻസർ: C 274 ചതുരശ്ര സെൻറ്റിമീറ്റർ. 39. ഒരു തുക സാധാരണ പലിശ രീതിയിൽ നിക്ഷേപിച്ചപ്പോൾ 30 വർഷം കൊണ്ട് 4 മടങ്ങായി. പലിശ നിരക്ക് എത്ര? ആൻസർ: 10%. അടുത്ത ചോദ്യം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകളെല്ലാം എണ്ണൽ സംഖ്യകളാണ്. അവ 12 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, x സെൻറ്റിമീറ്റർ ആയാൽ xന് നൽകാവുന്ന ഏറ്റവും ചെറിയ വില എന്ത്? ആൻസർ B ആണ്, 3 സെൻറ്റിമീറ്റർ. 41. ഏറ്റവും ചെറിയ പോസിറ്റീവ് പൂർണ്ണസംഖ്യയുടെയും ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണസംഖ്യയുടെയും വർഗങ്ങളുടെ തുക എത്ര? ആൻസർ D 2. 42. സ്ക്വയർ റൂട്ട് ഓഫ് 2⁴ × 3⁴ × 4⁴ എന്ന സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ട്? ഉത്തരം 44. 43. 3x = 6561 ആയാൽ 3x - 5 എത്ര? ഉത്തരം 27. 44. 80ൻ്റെ 1%, 2%, 3% എത്ര?
ഉത്തരം എ ആണ്. 0.00048. 45. 9 ഘാതം 25 പ്ലസ് 6നെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ആൻസർ 7. 46. ചിത്രത്തിൽ എ ബി സമാന്തരം സി ഇ സമാന്തരം എഫ് ജി, ഇ ബി സമം ഇ ജി സമം ഇ ഡി ആയാൽ കോൺ ബി ഇ ജി എത്ര? ആൻസർ 100 ഡിഗ്രി. 47. ഒരു ത്രികോണത്തിലെ കോണുകൾ 1/2 എക്സ്, എക്സ് 1/2 എക്സ് ആണ്. അതിലെ ഏറ്റവും ചെറിയ കോൺ എത്ര? ഉത്തരം 30 ഡിഗ്രി. 48. ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്? ഉത്തരം എ 72. 49. 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ് പ്ലസ് 1/2 എന്ന തുകയുടെ ദശാംശ രൂപം ഏതാണ്? ഉത്തരം സി ആണ്. 0.9375. 50. എ ഘാതം ബി സമം സി, ബി ഘാതം സി സമം എ, സി ഘാതം എ സമം ബി ആയാൽ എ ബി സി എത്ര? ആൻസർ ബി 1. നെക്സ്റ്റ് വരുന്നത് പേപ്പർ 2 പാർട്ട് എ ഇംഗ്ലീഷ്. അതിലെ ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു പാസേജിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. പാസേജ് വായിക്കാം. ഡു യു നോ ദാറ്റ് അറൗണ്ട് 270 eucalyptus trees or 460 bamboo plants are saved when we produce 1 ton of handmade paper. It is eco-friendly and also checks the pollution of water, land and air. Large quantities of polluting chemicals are used by paper mills. Handmade paper is the best form of recycled paper. It has a fine surface for writing. It is also strong enough for making drawings. Paper manufacturing is a very old tradition. It was invented in China nearly 2000 years ago. Indians used the leaves of palm trees for writing. Papyrus is a kind of paper made from a reed of the same name. It grew on the banks of the river Nile and was used in Egypt. The handmade paper industry flourished in India during the Mughal period. However, it died with the setting up of paper mills in the 18th and 19th centuries. Mahatma Gandhi revived it during the freedom movement. Today, it is a fast-growing industry. ഇതാണ് പാസേജ്. ഇനി ഈ പാസേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ഹാൻഡ് മെയ്ഡ് പേപ്പർ ബിക്കമിങ് മോർ ആൻഡ് മോർ പോപ്പുലർ? ആൻസർ ബി, because large quantities of polluting chemicals are used by paper mills. Second question, kinds of paper made from a reed are known as? Answer C, papyrus. Third question, find the word from the above passage that means the same as control. Answer B, check. Fourth question, why did the handmade paper industry die in India in the 18th and 19th centuries? Answer C, because paper mills were established. Next, question 5 to 7. Read the following lines and answer the questions that follow, choosing the right answer from the options given below. കവിത വായിക്കാം. Fame is a food that dead men eat. I have no stomach for such meat. In little light and narrow room, they eat in the silent tomb, with no kind voice of comrade near, to bid the feaster be of cheer. But friendship is a noble thing. Of friendship it is good to sing. For truly when a man shall end, he lives in memory of his friend, who doth his better part recall,
and of his fall to make the funeral. Henry Austin Dobson. Fifth question. The expression fame is a food that dead men eat means. Answer. Fame is enjoyed only after death. Sixth one. What is the rhyme scheme of the first 6 lines of the poem? Answer. A. A, B, B, C, D. Seventh question. The word recall means. Remember. Eighth question. The idiom hard out to crack means. Answer. Very difficult to solve. Ninth question. Security sounded the alarm and the robber was not able to dash from the place. Answer. Get away. 10th question. They dashed to play in the evening, but their teacher dashed them to play tomorrow only. Answer D ആണ് like wants. They like to play in the evening, but their teacher wants them to play tomorrow only. 11th question. He looked as if he dashed slept for days. Answer hadn't. 12th question. If I had played well, I dashed the game. Answer D. Would have won. 13th question. Do not write this application. Dash pencil. Write it dash ink. Answer A ആണ് with in. Do not write this application with a pencil. Write it in ink. 14th question. There was an old man dash lived near the village. Answer B. Who? There was an old man who lived near the village. 15th question. A dash of walls. Answer pack. A pack of walls. നെക്സ്റ്റ് വരുന്നത് പേപ്പർ 2-ലെ പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം. 16. നീലിമ, ഹരിത, ശ്വേത എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ സങ്കരയിനം വഴുതന. 17. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? പൊയ്ക്കാൽ വേര് കരിമ്പ്, താങ്ങുവേര് കൈത, പറ്റുവേര് ആൽ, ശ്വസനവേര് കുരുമുളക്. ആൻസർ എ ആണ് പൊയ്ക്കാൽ വേര് കരിമ്പ്. 18ാമത്തെ ചോദ്യം. മിശ്രിതങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സ്വേദനം. ഈ മാർഗം ഉപയോഗിച്ച് വേർതിരിക്കുന്ന മിശ്രിതത്തിലെ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? ആൻസർ ബി ആണ് പദാർത്ഥങ്ങളിലൊന്ന് ഖരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും. ഖരപദാർത്ഥം ലയിക്കുന്നതായിരിക്കും. 19ാമത്തെ ചോദ്യം. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഏപ്രിൽ 7. 20. ഇന്ത്യയുടെ ആദ്യ സൂര്യപരിവേഷണ ദൗത്യം? ആൻസർ ആദിത്യ L1. 21. ഒരു കർഷകൻ ഭക്ഷ്യയോഗ്യമായ രോഹു, കാർപ്പ് എന്നീ മത്സ്യങ്ങളെ വളർത്തി വരുന്നു. ഇയാളുടെ കൃഷിരീതിയെ വിളിക്കുന്ന പേര്? ആൻസർ പിസിക്കൾച്ചർ. 22. ചിത്രം നോക്കൂ. ഈ ദർപ്പണം ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ആൻസർ ബി ആണ് റിയർ വ്യൂ മിറർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ പെടാത്തത് ഏത്? കൊഴുപ്പിൻ്റെ അളവ് കുറയുന്നു, പേശികളുടെ ആരോഗ്യം കൂടുന്നു, പോഷക ഘടകങ്ങളുടെ അളവ് കുറയാതെ സംരക്ഷിക്കുന്നു, രക്തപ്രവാഹം സുഗമമാക്കുന്നതിനെ സഹായിക്കുന്നു. ആൻസർ സി ആണ് പോഷക ഘടകങ്ങളുടെ അളവ് കുറയാതെ സംരക്ഷിക്കുന്നു. 24. ടയാലിൻ എന്നത് ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നി, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ്, കരളിൻ്റെ ദഹനരസം, ഉമിനീരിൽ അടങ്ങിയ രാസാഗ്നി. ആൻസർ ഉമിനീരിൽ അടങ്ങിയ രാസാഗ്നി. 25. ZBNFൻ്റെ പൂർണ്ണരൂപം? ആൻസർ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 ലായനികളുടെ pH മൂല്യം നൽകിയിരിക്കുന്നു. ലായനികളെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ലായനി എ pH മൂല്യം 5, ലായനി ബി pH മൂല്യം 7, ലായനി സി pH മൂല്യം 9. സി ആണ്. ലായനി എയിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ചുവപ്പ് നിറമാകും. 27. ശരിയായ ചിത്രം ഏതാണ്? ആൻസർ
ബി. 28. തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇരപിടിയൻ സസ്യങ്ങൾ സ്വപോഷികളാണ്. കൂൺ ഒരു ശവോപജീവിയാണ്. ഇരപിടിയൻ സസ്യങ്ങൾ പരപോഷികളാണ്. ഹരിത സസ്യങ്ങൾ സ്വപോഷികളാണ്. സി ആണ് തെറ്റായ പ്രസ്താവന. ഇരപിടിയൻ സസ്യങ്ങൾ പരപോഷികളാണ്. 29. ഡിസംബർ 5 പ്രത്യേകത. ലോക മണ്ണ് ദിനം. 30. താഴെ കൊടുത്തവയിൽ പ്രകാശത്തിൻ്റെ പ്രകീർണനം മൂലം സംഭവിക്കുന്നത് ഏതാണ്? കുളത്തിൻ്റെ ആഴം യഥാർത്ഥ ആഴത്തേക്കാൾ കുറഞ്ഞതായി തോന്നുന്നു. ജലത്തിനടിയിൽ കിടക്കുന്ന നാണയം ഉയർന്നു നിൽക്കുന്നതായി തോന്നുന്നു. പ്രിസത്തിലൂടെ കടന്നുപോകുന്ന പ്രകാശം മഴവില്ല് സൃഷ്ടിക്കുന്നു. ജലത്തിൽ പകുതി താഴ്ത്തിവെച്ച പെൻസിൽ മുറിഞ്ഞതായി തോന്നുന്നു. ആൻസർ സി ആണ്. പ്രിസത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശം മഴവില്ല് സൃഷ്ടിക്കുന്നു. അടുത്ത ചോദ്യം. ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്ററുകൾ അണക്കെട്ടിൻ്റെ അടിത്തട്ടിൽ നിന്നും ഒരുപാട് താഴെ സ്ഥാപിക്കാൻ കാരണം? ആൻസർ സി ആണ്. ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നതിനാൽ. 32. ശരിയായ പ്രസ്താവന ഏത്? കരക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. കരക്കാറ്റ് കരയിലേക്ക് വീശുന്നു. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. കടൽക്കാറ്റ് കടലിലേക്ക് വീശുന്നു. ആൻസർ സി ആണ്. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. 33. കോശമർമ്മം ഇല്ല. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. രക്തത്തിൽ ധാരാളമായി കാണപ്പെടുന്നു. ഈ പ്രസ്താവനകളുമായി ബന്ധമുള്ളത്? ആൻസർ അരുണ രക്താണുക്കൾ. അടുത്ത ചോദ്യം. ഒറ്റപ്പെട്ടത് ഏത്? അലർജി, ആസ്മ, കോളറ, ബ്രോങ്കൈറ്റിസ്. ആൻസർ സി ആണ്. കോളറ. 35. പെരികാർഡിയം എന്നത് തലച്ചോറിൻ്റെ ആവരണമാണ്. ഹൃദയത്തിൻ്റെ ആവരണമാണ്. ശ്വാസകോശങ്ങളുടെ ആവരണമാണ്. ഹൃദയത്തിനുള്ളിലെ അറയാണ്. ആൻസർ ഹൃദയത്തിൻ്റെ ആവരണമാണ്. നെക്സ്റ്റ് പേപ്പർ 2 പാർട്ട് സി സാമൂഹ്യശാസ്ത്രം. 36. കേരളത്തിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട കോർപ്പറേഷൻ ഏത്? ഉത്തരം കണ്ണൂർ. 37. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി? ഭാരതരത്നം. 38. മുകൾ ഭാഗം പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപം ഏതാണ്? ഉത്തരം പീഠഭൂമി. 39. 200 രൂപ നോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ചിത്രം ഏതാണ്? ആൻസർ സാഞ്ചി സ്തൂപം. 40. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഉത്തരം സി സൂറത്ത് പിളർപ്പ് 1937 എന്നതാണ് തെറ്റായ ജോഡി. 41. താഴെ പറയുന്നവയിൽ ഏത് അക്ഷാംശ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്? ഉത്തരം ഉത്തരായന രേഖ. 42. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടി ഏതാണ്? ആൻസർ നന്ദദേവി. 43. 2020 100-ാം വാർഷികം ആഘോഷിച്ച സ്വാതന്ത്ര്യ സമര രീതി ഏതായിരുന്നു? ആൻസർ നിസ്സഹകരണ പ്രസ്ഥാനം. 44. ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റിയ ഭരണാധികാരി? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. 45. അറ്റ്ലസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാലാവസ്ഥാ ഭൂപടം, പ്രത്യേക പ്രദേശത്തിനുള്ള ഭൂപടം, പുസ്തക രൂപത്തിലുള്ള ഭൂപടം, ത്രിമാന ഭൂപടം? ആൻസർ പുസ്തക രൂപത്തിലുള്ള ഭൂപടം. 46. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാസം തോറും 10 കിലോ അരി റേഷൻ കടയിലൂടെ നൽകുന്ന പദ്ധതി? ആൻസർ ബി അന്നപൂർണ. 47. സ്റ്റാമ്പുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഫിലാറ്റലി. 48. ഭക്ഷ്യസുരക്ഷാ നിയമ ബിൽ പാർലമെൻറ്റ് എപ്പോഴാണ് പാസാക്കിയത്? 2013. 49. ഗ്ലോബിൽ കാണുന്ന അർദ്ധവൃത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? രേഖാംശരേഖകൾ. 50. താഴെ തന്നിരിക്കുന്നവയിൽ ജൈവമണ്ഡലത്തിൽ ഉൾപ്പെട്ട മണ്ഡലം ഏത്? ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം, ഇവയെല്ലാം? ആൻസർ ഇവയെല്ലാം. 51. ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? മൗലവി അഹമ്മദുള്ള.
52. നദീതട സമതലങ്ങൾ ഏതുതരം മണ്ണിനാൽ സമൃദ്ധമാണ്? എക്കൽ മണ്ണ്. 53. സംഘം കൃതികളിലെ പാലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത എന്താണ്? ഉണങ്ങിയ നിലം. 54. ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ കീഴടക്കിയ നാട്ടുരാജ്യമാണ്? സത്താറ. 55. താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ ജോഡി ഏത്? ഡൽഹി സിദ്ധു കൻഹു, കാൺപൂർ നാനാ സാഹിബ്, സാന്താൾ ബീഗം ഹസ്രത്ത് മഹൽ, ലക്നൗ ബഹദൂർ ഷാ സെക്കൻഡ്. കാൺപൂർ നാനാ സാഹിബാണ് ശരിയായ ജോഡി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ സ്കോർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്